So now we are going to study the third design of Sardar type fault or design of Sardar fault. നിങ്ങൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫോൾസിലെ ഫിഫ്ത്ത് ടൈപ്പ് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ. ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ഫോൾ ആയിരുന്നു വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ. നമ്മൾ ടൈപ്സ് ഓഫ് കനാൽ ഫോൾസിലെ ഫിഫ്ത്ത് ടൈപ്പ് എന്തായിരുന്നു? വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സർദാർ ഫോൾ. സർദാർ ഫോൾ എന്ന് പറയുന്ന ഫോള് ഉത്തർപ്രദേശിലെ സർദാർ കനാൽ സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്തെടുത്തതുമാണ് സർദാർ ഫോൾ. Sardar fault. This type of fault was designed and developed for Sardar Canal system of Uttar Pradesh. Uttar Pradeshile Sardar Canal systemത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് Sardar fault. Sardar fault is an example for vertical drop fault. Now first, let us see the design steps. Let us see the design steps. For ഫോളിന് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ക്രെസ്റ്റ് ഡിസൈൻ ആണ്. ഡിസൈൻ ഓഫ് ക്രെസ്റ്റ്. ഡിസൈൻ ഓഫ് ക്രെസ്റ്റ്. ക്രെസ്റ്റിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ക്രെസ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, പിന്നെ ക്രെസ്റ്റിന്റെ ഷേപ്പും, അതായത് സൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പ് കൊടുക്കുകയും അതിന് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ദെൻ ക്രെസ്റ്റിന്റെ ലെവൽ. സോ ഇതാണ് ഡിസൈൻ ഓഫ് ക്രെസ്റ്റിൽ വരുന്ന മൂന്ന് കാര്യങ്ങൾ. സോ ഡിസൈൻ ഓഫ് ക്രെസ്റ്റിലെ ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ക്രെസ്റ്റ്. യൂഷ്വലി സർദാർ ടൈപ്പ് ഫോളിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ബെഡ് വിഡ്ത്ത് ഓഫ് ദ കനാലിന് ഈക്വൽ ആയിട്ടായിരിക്കും ക്രെസ്റ്റിന്റെ ലെങ്ത് ഫിക്സ് ചെയ്യുന്നത്. അത് മാത്രമല്ല സർദാർ ടൈപ്പ് ഫോളില് ഫ്ലൂമിങ്ങും കൊടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് വരുവാണെങ്കിൽ ലെങ്ത് ഓഫ് ക്രെസ്റ്റ് ഇസ് കെപ്റ്റ് ഈക്വൽ ടു ബെഡ് വിഡ്ത്ത് ഓഫ് കനാൽ പ്ലസ് വാട്ടർ ഡെപ്ത്. സോ യൂഷ്വലി കനാലിന്റെ ബെഡ് വിഡ്ത്ത് തന്നെയാണ് ക്രെസ്റ്റിന് ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഫ്ലൂമിങ്ങും കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻക്രീസ് ഇൻ ഡിസ്ചാർജും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ലെങ്ത് എങ്ങനെ കൊടുക്കും? കനാലിന്റെ ബെഡ് വിഡ്ത്തിന്റെ കൂടെ വാട്ടർ ഡെപ്ത് ആഡ് ചെയ്തിട്ടായിരിക്കും ലെങ്ത് കൊടുക്കുക. സോ യൂഷ്വലി ഈക്വൽ ടു കനാൽ ബെഡ് വിഡ്ത്ത്, നോ ഫ്ലൂമിങ്. ഫ്ലൂമിങ്ങും കൊടുക്കുന്നില്ല. പിന്നെ to accommodate increase in discharge. അതായത് എന്തെങ്കിലും ഒരു ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് വരുവാണെങ്കിൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ലെങ്ത് ഓഫ് ക്രെസ്റ്റ് ഇസ് ഈക്വൽ ടു ബെഡ് വിഡ്ത്ത് പ്ലസ് വാട്ടർ ഡെപ്ത്. അങ്ങനെ വരുമ്പോൾ ലെങ്ത് ഓഫ് ക്രെസ്റ്റ് ഇസ് ഈക്വൽ ടു bed width of canal plus water depth. So idana length of crest. Now second one, shape of crest and discharge. Shape of crest and discharge formula. സർദാർ ഫോളിന്റെ കേസിൽ ആദ്യം നോക്കേണ്ടത് എത്ര ഡിസ്ചാർജിന് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് നോക്കണം. അതായത് എത്രയാണ് ഇതിൽ വരുന്ന ഡിസ്ചാർജ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് നോക്കിയാണ് നമ്മൾ ഷേപ്പ് ഓഫ് ക്രസ്റ്റ് നിശ്ചയിക്കുന്നത്. രണ്ട് ഷേപ്പ് ഉള്ള ക്രസ്റ്റ് യൂസ് ചെയ്യും. അതായത് ഡിസ്ചാർജ് അപ് ടു 14 ക്യൂമെക്സും ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ
14 ക്യൂമെക്സും. അപ്പൊ ഇതില് ആദ്യം റെക്ടാങ്കുലർ ക്രസ്റ്റ്. റെക്ടാങ്കുലർ ക്രസ്റ്റും ട്രപ്പീസോയിഡൽ ക്രസ്റ്റും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ ക്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫോർ ഡിസ്ചാർജ് അപ് ടു 14 ക്യൂമെക്സ്. Q less than or equal to 14 ക്യൂമെക്സ്. ഡിസ്ചാർജ് 14 ക്യൂമെക്സ് വരെയെങ്കിൽ നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും ക്രസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഡിസ്ചാർജ് 14 ക്യൂമെക്സിന് മേലോട്ടാണെങ്കിലോ ട്രപ്പീസോയിഡൽ ഷേപ്പ് ഉള്ള ക്രസ്റ്റ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കുമ്പോൾ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സും ഷേപ്പും ഒക്കെ കാണാൻ മനസ്സിലാവും. ഇനി റെക്ടാങ്കുലർ ക്രസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ടോപ്പ് വിഡ്ത്തിന്റെ ഫോർമുല top width B is equal to 0.55 root D. Then base width B1 is equal to H plus D by rho. ഈ rho എന്ന് ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ആൻഡ് ഡിസ്ചാർജിന്റെ ഫോർമുല വരുന്നത് ഡിസ്ചാർജ് Q is equal to 1.835 L H raised to 3 by 2 H by B raised to 1 by 6. അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ സപ്ലൈ ഡിസ്ചാർജ് വെസലിൽ തന്നിരിക്കുന്ന എത്രയാണെന്ന് നോക്കാം. 14 ക്യൂമെക്സിനോ അല്ലെങ്കിൽ 14 ക്യൂമെക്സോ അതിന് താഴെയോ ആണെങ്കിൽ ക്രസ്റ്റിന് കൊടുക്കേണ്ട ഷേപ്പ് റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. സോ വി വിൽ പ്രൊവൈഡ് എ റെക്ടാങ്കുലർ ക്രസ്റ്റ് for discharges up to 14 cumex and trapezoidal crest for discharge over 14 cumex. In rectangular crest ആണെങ്കിൽ top width B is given by 0.55 root D, base width B1 is given by H plus D by rho, where rho is specific gravity, and discharge is given by the equation Q is equal to 1.835 LH raised to 3 by 2 into H by B raised to 1 by 6. ഫിഗർ ഉണ്ട്. ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാരാമീറ്റേഴ്സ് എല്ലാം മനസ്സിലാവും. എന്തൊക്കെയാണ് ഈ എച്ച് ഡി എന്നുള്ള മെഷർമെന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ട്രപ്പീസോയിഡൽ ക്രസ്റ്റ്. ട്രപ്പീസോയിഡൽ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ഇസ് ഗ്രേറ്റർ ദാൻ 14 cumex, 14 meter cube per second നെക്കാളും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ we have to provide trapezoidal crest. trapezoidal crest ആകുമ്പോൾ top width B is given by 0.55 root H plus D. 0.55 root H plus D. ഇനി നമ്മൾ സ്ലോപ്പ് കൊടുക്കണം. അത് അപ്സ്ട്രീമിൽ വരുന്ന ബാറ്റർ, അതായത് അതിന്റെ സൈഡ് സ്ലോപ്പ് കൊടുക്കുന്നത് അപ്സ്ട്രീം ബാറ്റർ ആണെങ്കിൽ 1:3 ആൻഡ് ഡൗൺ സ്ട്രീമിൽ കൊടുക്കേണ്ട ബാറ്റർ 1:8. അപ്സ്ട്രീമിൽ 1:3 ബാറ്ററും ഡൗൺ സ്ട്രീമിൽ 1:8 ബാറ്ററും പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് discharge Q is given by 1.99 LH raised to 3 by 2 into H by B raised to 1 by 6. ഡിസ്ചാർജിന്റെ ഫോർമുല റെക്ടാങ്കുലർ ആണെങ്കിലും ട്രപ്പീസോയിഡൽ ആണെങ്കിലും ഏകദേശം സെയിം ആണ്. കോഎഫിഷ്യന്റിലുള്ള വ്യത്യാസമേ ഉള്ളൂ. trapezoidal crest ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ചാർജ് given by 1.99 LH raised to 3 by 2 H by B raised to 1 by 6. അതേസമയം റെക്ടാങ്കുലർ ക്രസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിസ്ചാർജ് given by 1.835 LH raised to 3 by 2 H by B raised to 1 by 6. ഇനി trapezoidal crestൽ ടോപ്പ് വിഡ്ത്ത് ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, പിന്നെ രണ്ട് സൈഡിലും ബാറ്റർ. അപ്സ്ട്രീമിലാണെങ്കിൽ 1:3 ബാറ്ററും ഡൗൺ സ്ട്രീമിൽ 1:8 ബാറ്റർ. അപ്പോൾ ഷേപ്പും ഈ മെഷർമെന്റ്സും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ നോക്കുമ്പോൾ കാണാം. ഫിഗറിനകത്ത് എന്തെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്സ്ട്രീം TEL ഉണ്ട്, ഡൗൺ സ്ട്രീം TEL ഉണ്ട്, ഡൗൺ സ്ട്രീം FSL ഉണ്ട്,
പിന്നെ ടോപ്പ് വിഡ്ത്ത് ബോട്ടം വിഡ്ത്ത് സിസ്റ്റേൺ ഒരു ഡിസ്റ്റൻസ് d ഉണ്ട്. Then head loss HL, that is difference between upstream FSL and downstream FSL. പിന്നെ water depth d in the upstream. പിന്നെ എനർജി ലോ E ഉണ്ട്, H ക്യാപിറ്റൽ H എന്നൊരു ഡയമെൻഷൻ ഉണ്ട്, സ്മോൾ h എന്നൊരു ഡയമെൻഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് രണ്ട് ഷേപ്പിലും എങ്ങനെയാണ് മെഷർമെന്റ്സ് എടുക്കുന്നതും എങ്ങനെയാണ് ഓരോ മെഷർമെന്റിനുള്ള നൊട്ടേഷൻ എന്നുള്ളതും തന്നിട്ടുണ്ട്. സോ പ്ലീസ് ലുക്ക് ഇൻ ടു ദ ഫിഗർ ഗിവൺ alongside. ക്രെസ്റ്റിന്റെ ഡിസൈനിൽ ലെങ്ത്തും കണ്ടു, ഷേപ്പ് ആൻഡ് ഡിസ്ചാർജും കണ്ടു. ആൻഡ് തേർഡ് വൺ ഈസ് ക്രെസ്റ്റ് ലെവൽ. Third one is crest level. അതില് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. RL of crest, അതായത് ക്രെസ്റ്റിന്റെ ടോപ്പിന്റെ RL of crest is equal to upstream HFL minus H or upstream FSL minus high flow level FSL എന്ന് പറഞ്ഞാൽ മതി. upstream FSL minus H. Upstream FSL in H distance subtract ചെയ്യുമ്പോൾ you will get the RL of crest. Then height of crest above bed. Height of crest above bed small h is equal to capital D minus H. ഇപ്പോൾ ക്രെസ്റ്റിന്റെ ഹൈറ്റ് ബെഡിൽ നിന്നുള്ള ക്രെസ്റ്റിന്റെ ഹൈറ്റ് അതാണ് സ്മോൾ h, that is equal to D minus H. ഇതിലെ D എന്ന് പറയുന്നത് അപ്സ്ട്രീം ഡെപ്ത് ഓഫ് വാട്ടർ, അപ്സ്ട്രീമിൽ വരുന്ന വാട്ടറിന്റെ ഡെപ്ത് ആണ് ക്യാപിറ്റൽ D. സോ ക്രെസ്റ്റ് ലെവലിൽ എന്തെല്ലാം കണ്ടുപിടിക്കാനുണ്ട്? നമ്മൾ RL ഓഫ് ക്രെസ്റ്റ്, ക്രെസ്റ്റിന്റെ ടോപ്പിന്റെ RL എത്രയാണെന്ന് പറയണം. പിന്നെ ബെഡിൽ നിന്നും എത്ര ഹൈറ്റ് മേലോട്ടുണ്ട് ക്രെസ്റ്റ് എന്ന് പറയണം. So RL of crest is given by upstream FSL minus H and height of crest above bed small h is given by D minus H where D is the upstream depth of water. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ക്രെസ്റ്റ് ആണ്. അതിനെ മൂന്ന് കാര്യങ്ങളും ഡിസൈൻ ചെയ്യണം. സെക്കൻഡ് വൺ is ഡിസൈൻ ഓഫ് സിസ്റ്റേൺ. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം സിസ്റ്റേൺ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഡിസൈൻ ഓഫ് സിസ്റ്റേൺ. ഫോൾ കഴിഞ്ഞിട്ട് വരുന്ന പോർഷനെയാണ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. സോ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ. സിസ്റ്റേണിന്റെ ഡിസൈനിൽ അതിന്റെ ലെങ്ത്തും ഡെപ്തും. ലെങ്ത് LC is equal to 5 times E into HL raised to 1/2. ഈ HL എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്സ്ട്രീം FSL ആൻഡ് ഡൗൺസ്ട്രീം FSL. അപ്സ്ട്രീം FSLും ഡൗൺസ്ട്രീം FSLും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഹെഡ് ലോസ് HL എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. സോ length of cistern LC is given by 5 into EHL raised to half and depth X is given by 1/4 EHL raised to 2/3. അപ്പോൾ സിസ്റ്ററിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത്തും ഡെപ്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് is given by 5 times EHL raised to half and depth X is given by 1/4 EHL. Now third step is design of impervious floor. Design of third step is design of impervious floor. Impervious floor in the design. So impervious floor in the design, അതിൽ നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് ഫ്ലോർ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ഫൗണ്ട് ഔട്ട്
by Hosla's theory or Bly's theory? So total length കണ്ടുപിടിക്കാൻ total length എങ്ങനെ കണ്ടുപിടിക്കാം? By using Bly's theory or Hosla's theory. അപ്പോൾ you can use either Bly's theory or Hosla's theory to find out the total length of floor. ഇല്ലാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കും എങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനകത്ത് ബ്ലൈസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ഹോസ്ലാസ് തിയറി ഉപയോഗിച്ച് ചെക്ക് ചെയ്യും. സോ ഇംപെർവിയസ് ഫ്ലോറിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ ഹോസ്ലാസ് തിയറി അല്ലെങ്കിൽ ബ്ലൈസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. നൗ മിനിമം ലെങ്ത് അറ്റ് ഡൗൺ സ്ട്രീം, അതായത് ഡൗൺ സ്ട്രീമിൽ കൊടുക്കേണ്ട ഇംപെർവിയസ് ഫ്ലോറിന്റെ മിനിമം ലെങ്ത്. It is found out using the formula LD is equal to 2 times D plus 1.2 plus HL. So 2 times D plus 1.2 plus HL. ഇത്രയും ഫ്ലോർ ലെങ്ത് എങ്കിലും ഡൗൺ സ്ട്രീമിൽ കൊടുത്തിരിക്കണം. അതായത് ഡൗൺ സ്ട്രീമിൽ കൊടുക്കേണ്ട ഫ്ലോറിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് LD, which is given by 2 times D plus 1.2 plus HL. സോ ഇത്രയും ഫ്ലോർ ലെങ്ത് നമ്മൾ ഡൗൺ സ്ട്രീമിൽ പ്രൊവൈഡ് ചെയ്യണം. ഇനി ഫ്ലോറിന്റെ തിക്നെസ് ബ്ലൈസ് തിയറി ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. തിക്നെസ് is found out using Bly's theory. സോ ബ്ലൈസ് തിയറി ഉപയോഗിച്ച് തിക്നെസ് കണ്ടുപിടിക്കണം. അതിൽ തന്നെ അപ്സ്ട്രീം ഫ്ലോർ ആണെങ്കിൽ 0.3 മീറ്റർ ടു 0.4 മീറ്റർ തിക്. അപ്സ്ട്രീം ഫ്ലോർ 0.3 to 0.4 മീറ്റർ തിക്. ഇനി ഫ്ലോർ ഡൗൺ സ്ട്രീം ഓഫ് ക്രെസ്റ്റിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ഫ്ലോറിൽ 0.3 to 0.4 മീറ്റർ. അത് ചെറിയ ഫോൾ ആണെങ്കിൽ സ്മോൾ ഫോൾസിന് ഡൗൺ സ്ട്രീം ഓഫ് ക്രെസ്റ്റിൽ കൊടുക്കേണ്ട ഫ്ലോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.3 to 0.4 മീറ്ററും. ഇനി ലാർജ് ഫോൾ ആണെങ്കിൽ 0.4 to 0.6 മീറ്റർ ഫോർ ലാർജ് ഫോൾസ്. അപ്പം എന്താണ് ഇത്രയും നമ്മൾ പറഞ്ഞത്? ടോട്ടൽ ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ബ്ലൈസ് തിയറി അല്ലെങ്കിൽ ഹോസ്ലാസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഡിസൈനിൽ ബ്ലൈസ് തിയറി വെച്ച് കണ്ടുപിടിച്ചിട്ട് യു വിൽ ചെക്ക് യൂസിങ് ഫ്ലോർ ഡിസൈൻ ചെയ്യുന്ന ബ്ലൈസ് തിയറി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ അതിനെ ഹോസ്ലാസ് തിയറി വെച്ച് ചെക്ക് ചെയ്തിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വേണമെന്ന് വെച്ചാൽ വരുത്തണം. ഇനി ടോട്ടൽ ലെങ്ത് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും. ഇനി മിനിമം ലെങ്ത് ഡൗൺ സ്ട്രീമിൽ കൊടുക്കേണ്ട ഫ്ലോർ മിനിമം വാല്യൂ ഓഫ് ഫ്ലോർ ലെങ്ത് എന്ന് പറയുന്നതാണ് LD എന്നുള്ള ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ LD is equal to 2 times D plus 1.2 plus HL. 2 times D plus 1.2 plus HL. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഫ്ലോറിന്റെ തിക്നെസ് നമ്മൾ ബ്ലൈസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അപ്സ്ട്രീമിൽ ഫ്ലോറിന് കൊടുക്കേണ്ട തിക്നെസ് എന്ന് പറയുന്നത് 0.3 മീറ്റർ ടു 0.4 മീറ്ററും. ഇനി ക്രെസ്റ്റിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ഫ്ലോറിന് കൊടുക്കേണ്ട തിക്നെസ് സ്മോൾ ഫോൾസ് ചെറിയ ഫോൾസ് ആണെങ്കിൽ 0.3 to 0.4 മീറ്ററും, ലാർജ് ഫോൾസ് അതായത് വലിയ ഫോൾസ് ആണെങ്കിൽ 0.4 to 0.6 മീറ്റർ ആ റേഞ്ചിലായിരിക്കും തിക്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ വെർട്ടിക്കൽ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യും. വെർട്ടിക്കൽ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 to 1.5 മീറ്റർ 1 to 1.5 മീറ്റർ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡൗൺ സ്ട്രീമില്. ഡൗൺ സ്ട്രീമിൽ വെർട്ടിക്കൽ കട്ട് ഓഫും കൂടി പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് വെർട്ടിക്കൽ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 to 1.5 മീറ്റർ റേഞ്ചിലായിരിക്കും. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്സ് കണ്ടു. ആദ്യം ഡിസൈൻ ഓഫ് ക്രെസ്റ്റ് ആയിരുന്നു, ഡിസൈൻ ഓഫ് സിസ്റ്റം, നൗ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ.
Now next, downstream protection. Fourth design വരുന്നത് downstream protection. അത് നമ്മൾ മൂന്ന് കാര്യങ്ങളുണ്ട്. ആദ്യം വരുന്നു bed protection. ആദ്യം വരുന്നു bed protection. Bed protection എന്താണ്? Bed protection consists of dry brick pitching about 20 cm thick. Bed protection ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് dry brick pitching. നമ്മൾ bed protection ആയിട്ട് dry brick pitching പ്രൊവൈഡ് ചെയ്യും. 20 cm thickness പ്രൊവൈഡ് ചെയ്യും. So 20 cm thick dry brick pitching ആണ് bed protection ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നു side protection. Side protection ല് side pitching is curtailed at an angle of 45 degree from end pitch in plan. Side protection ൽ എന്താ ചെയ്യുന്നത്? It is side pitching നമ്മൾ പ്രൊവൈഡ് ചെയ്യും and it is curtailed. Side pitching curtailed at 45 degree from end pitch in plan. So പ്ലാനിലെ end pitch ൽ നിന്നും 45 degree curtail ചെയ്തിട്ടായിരിക്കും side pitching. Then it is wrapped from a slope of 1:1 to 1.5:1. Side pitching in a slope. It is wrapped from slope of 1:1 to 1.5:1. Then അത് സപ്പോർട്ട് ചെയ്യാൻ toe wall ഉണ്ട് 1.5 brick thick. It is supported by toe wall 1.5 brick thick. 1.5 brick thick എന്ന് പറയുമ്പോൾ 30 cm. Norm thickness 20 cm എടുത്തിട്ട് 1.5 ആകുമ്പോൾ 30 cm. അതിന്റെ thickness 1.5 brick-ഉം depth half of downstream water depth. toe wall-ന്റെ depth എന്ന് പറയുന്നത് half of downstream water depth. downstream-ലെ water depth-ന്റെ പകുതിയായിരിക്കും toe wall-ന്റെ depth. So side protection ആയിട്ട് നമ്മൾ എന്താണ് side protection പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലാനിൽ end pitch-ൽ നിന്നും ഒരു 45 degree curtailed ആയിട്ടായിരിക്കും side pitching പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് വരുന്നത് it is wrapped at a slope of wrapped from a slope of 1:1 to 1.5:1. സ്ലോപ്പ് വരുന്നത് 1:1 തൊട്ട് 1.5:1 റേഞ്ചിലാണ് സ്ലോപ്പ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സൈഡ് പ്രൊട്ടക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ toe wall പ്രൊവൈഡ് ചെയ്യും. toe wall പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ thickness എന്ന് പറയുന്നത് 30 cm, അതായത് 1.5 brick thickness-ഉം അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിലുള്ള വാട്ടർ ഡെപ്തിന്റെ ഹാഫ് ആയിരിക്കും. ഹാഫ് ഓഫ് ഡൗൺ സ്ട്രീം വാട്ടർ ഡെപ്ത്. ഇനി വരുന്ന ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം വിങ്സ്. ഡൗൺ സ്ട്രീമില് വിങ്സ് പ്രൊവൈഡ് ചെയ്യും. സോ ഈ വിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ വെർട്ടിക്കൽ ആയിട്ട് കുറച്ച് ലെങ്ത് പ്ലേസ് ചെയ്യും. അത് എത്ര ദൂരം വെർട്ടിക്കൽ ആയിരിക്കും എന്നുള്ളത് 5 to 8 times root HL. So downstream wings are kept vertical for a length of 5 to 8 times root of EHL from crest. So crest-ൽ നിന്നും 5 to 8 times root EHL അത്രയും ദൂരം എന്തായിരിക്കും? അതിനെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വെക്കുന്നത്. അത്രയും ലെങ്ത് 5 to 8 times root EHL അത്രയും ലെങ്ത് ഫ്രം ക്രസ്റ്റ് അതിനെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വെക്കുക. എന്ത്? ഡൗൺ സ്ട്രീം വിങ്സിനെ. പിന്നെ അതിനെ റാപ്പ് ചെയ്യുന്നു
then they are wrapped to a slope. അത് കഴിഞ്ഞ് അതിനെ സ്ലോപ്പിലോട്ട് റാപ്പ് ചെയ്യും, which is of the range 1:1 to 1.5:1. സോ ക്രെസ്റ്റിൽ നിന്നും ഒരു 5 to 8 times root EHL ലെങ്ത് വരെ അത് വെർട്ടിക്കൽ ആയിരിക്കും, എന്ത് ഡൗൺ സ്ട്രീം വിങ്സ്. പിന്നെ അതിന് സ്ലോപ്പ് കൊടുക്കുന്നു 1:1 to 1.5:1. Now width is kept equal to 1/3 the height above that level. Width is equal to 1/3 of height above that level. നമ്മൾ ഏത് ലെവലിലാണ് വിഡ്ത്ത് നോക്കുന്നത്, ആ ലെവലിൽ നിന്ന് മേലോട്ട് ഹൈറ്റ് എത്ര ഉണ്ടോ അതിന്റെ 1/3 ആയിരിക്കും അവിടുത്തെ വിഡ്ത്ത്. സോ ഡൗൺ സ്ട്രീം വിങ്സിൽ എന്തെല്ലാം അറിയണം? ഡൗൺ സ്ട്രീം വിങ്സ് ആർ കെപ്റ്റ് വെർട്ടിക്കൽ ഫോർ എ ലെങ്ത് 5 to 8 times root of EHL from crest. Then they are wrapped to a slope of 1:1 to 1.5:1. Width of the wings at any level is kept equal to 1/3 of the height above that level. ഏത് ലെവലിലെ വിങ്സിന്റെ വിഡ്ത്ത് എടുക്കുകയാണെങ്കിലും it is equal to 1/3 of height above that level. ഇനി ലാസ്റ്റ് ഡിസൈനിലെ ലാസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ. അപ്സ്ട്രീം പ്രൊട്ടക്ഷനിൽ നമ്മൾ ഡിസ്ചാർജ് അപ് ടു 14 ക്യൂമെക്സ് ആണെങ്കിൽ അപ്സ്ട്രീം വിങ്സ് വിൽ ബി പ്ലേസ്ഡ് സ്ട്രേറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. ഡിസ്ചാർജ് അപ് ടു 14 ക്യൂമെക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ crest. So for discharge up to 14 cumex വരെയുള്ള ഡിസ്ചാർജിന് അപ്സ്ട്രീം വിങ്സിനെ പ്ലേസ് സ്ട്രേറ്റ് at an angle of 45 degree. Upstream wings splayed straight. Upstream wings straight ആയിട്ട് സ്പ്ലേ ചെയ്യും at an angle of 45 degree. ഇനി ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ 14 ക്യൂമെക്സ്, അതായത് ട്രപ്പിസോയിഡൽ ക്രെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ ഫോർ ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ 14 ക്യൂമെക്സ് എന്താണ്? വിങ്സ് ആർ കെപ്റ്റ് സെഗ്മെന്റഡ് വിത്ത് റേഡിയസ് ഈക്വൽ ടു 5 to 6 times h. വിങ്സ് ആർ കെപ്റ്റ്, വിങ്സിനെ സെഗ്മെന്റലായിട്ടാണ് വെക്കുന്നത്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 to 6 times h. റേഡിയസ് 5 to 6 times h and with an angle of 60 degree at center. സോ അപ്സ്ട്രീം പ്രൊട്ടക്ഷനിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്ചാർജ് അനുസരിച്ച് കൊടുക്കണം. അതായത് നമ്മൾ റെക്ടാങ്കുലർ ക്രെസ്റ്റ് ആണോ ട്രപ്പിസോയിഡൽ ക്രെസ്റ്റ് ആണോ നമ്മൾ ഇങ്ങനെ പറയുന്നത് ഡിസ്ചാർജിനെ ബേസ് ചെയ്താണ്. അപ് ടു 14 ക്യൂമെക്സും ഗ്രേറ്റർ ദാൻ 14 ക്യൂമെക്സും. അപ്പൊ നമ്മൾ അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ നോക്കേണ്ടത് ഡിസ്ചാർജിന്റെ വാല്യൂ നോക്കണം. അപ് ടു 14 ക്യൂമെക്സ് ആണെങ്കിൽ അപ്സ്ട്രീം വിങ്സിനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്പ്ലേ ചെയ്യും at an angle of 45 degree. അപ്സ്ട്രീം വിങ്സിനെ 45 ഡിഗ്രി ആംഗിളിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്പ്ലേ ചെയ്യും. whereas when discharge is greater than 14 cumex, ഡിസ്ചാർജ് 14 ക്യൂമെക്സിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ വിങ്സിനെ നമ്മൾ വിങ്സ് അതായത് അപ്സ്ട്രീം വിങ്സിനെ സെഗ്മെന്റൽ ആയിട്ടായിരിക്കും വെക്കുക. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 to 6 times h ആയിരിക്കും. എന്നിട്ട് അതിന്റെ ആംഗിൾ അറ്റ് ദ സെന്റർ, അതായത് ഈ സെഗ്മെന്റൽ ആയിട്ട് വെച്ചിട്ട് സെന്ററിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. സോ ഡിസൈൻ സ്റ്റെപ്സിനകത്ത് അപ്പോൾ നമ്മൾ ഒരു സർദാർ ഫോൾ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ 5 കമ്പോണൻസിന്റെ ഡിസൈൻ വരുന്നു. ഫസ്റ്റ് ഡിസൈൻ ഓഫ് ക്രെസ്റ്റ്, സെക്കൻഡ് ഇസ് ഡിസൈൻ ഓഫ് സിസ്റ്റേൺ, third is design of impervious floor, 4 is downstream protection and 5 is upstream protection. So ഇനി നമുക്കൊരു ഡിസൈൻ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഡിസൈൻ കുറെ കൂടെ ക്ലിയർ ആവും.